ജിജി ജോസഫ്, ഈ അന്വേഷണത്തെ ജനം വിശ്വസിക്കണോ? ഇതൊരു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, EDയുടെ റെയ്ഡ് എന്നതിൽ അവസാനിക്കുമോ എന്ന സംശയമുണ്ട് കേട്ടോ. കാരണം മുമ്പ് സംരക്ഷകരായ അല്ല ഇപ്പോഴത്തെ സംരക്ഷകർ എന്നറിയാം. പക്ഷേ എങ്കിലും ഇവരും ഇപ്പോൾ ഈ രംഗത്തിറങ്ങിയിരിക്കുന്ന ടീമുകളും ഫാരിസിനെ തളയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ, അതോ നേരത്തെ കേന്ദ്ര ഏജൻസികൾ മറ്റ് കേസുകളിൽ അന്വേഷണം നടത്തിയതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ കുറേയേറെ നീക്കങ്ങൾ നടത്തിയിട്ട് എല്ലാം അവസാനിച്ചു പോവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാണോ ലക്ഷ്യമിടുന്നത് ഈ അന്വേഷണത്തിലും? ഈ അന്വേഷണത്തിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ പറയാൻ എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി ഇതിൽ നിരന്തരം ഇടപെടുകയോ അല്ലെങ്കിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയോ ചെയ്യാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇത് പ്രത്യേകിച്ച് അന്വേഷിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ അകത്ത് ഡയറക്ടർമാർ ചിലർ വിദേശത്തുള്ളവരാണ്. അവർ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ വേറെ ചിലർക്ക് പണം പോയിട്ടുണ്ട്. പണം പോയിട്ടുള്ളവർക്ക് എന്തിനാണ് പണം കൊടുത്തത് എന്നതിനെക്കുറിച്ചും അറിയില്ല. ഈ അന്വേഷണം ഇവിടെ ഈ രീതിയിലേക്ക് എത്തിയത് ഇതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഒരു വ്യക്തത നമുക്കാർക്കും കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹം ജോർജ് ജോസഫ് സാറ് പറഞ്ഞപ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇതിനകത്ത് പ്രധാനമായും അറിയേണ്ടത് ഈ ഇത്രയൊക്കെ വിവാദത്തിൽ നിൽക്കുന്ന ആളുടെ വീട്ടിൽ പിതാവ് മരിച്ചതിന് ശേഷം മണിക്കൂറുകൾ പോയി നിൽക്കുന്നത് കേരള മുഖ്യമന്ത്രിയാണ്. ഈ കേരള മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന, ഔദ്യോഗികമായി കേരളത്തിലെ കാര്യങ്ങൾ പറയേണ്ട ആള്, ഔദ്യോഗികമായി എല്ലാ രേഖകളും അടുത്ത് കിട്ടുന്ന ആള്, അങ്ങനത്തെ ഒരാൾ പറയുകയാണ് ഇദ്ദേഹം വെറുക്കപ്പെട്ടവനാണ്, കളങ്കിതനാണ്, മാറ്റി നിർത്തേണ്ടവനാണ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ്. അതേ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ പിറ്റേ ദിവസം അവരുമായിട്ടുള്ള ഇന്റർവ്യൂ കൊണ്ടുവരാൻ വേണ്ടി ജോൺ ബ്രിട്ടാസിനെ കൊണ്ടുവരുന്നു. ജോൺ ബ്രിട്ടാസ് കൈരളിയിൽ ഇന്റർവ്യൂ നടത്തുന്നു. കൈരളിയിൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ കൈരളിയിലെ ആ ഇന്റർവ്യൂ സ്പോൺസർ ചെയ്തത് ആരാന്നറിയുമോ? എറണാകുളത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അതായത് ഫ്ളാറ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്നവരാണ് അത് അന്ന് സ്പോൺസർ ചെയ്തത്. അവരുടെ ഭൂമിയാണ് ആ സമയത്ത് മൂന്നാറ് ഇടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിഭാഗീയതയുടെ ഫലമായി പാർട്ടിയിൽ എമ്പാടും കടന്നുകൂടിയ പണാധിപത്യത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. അതായത് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വന്നാലും ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ മലപ്പുറത്ത് എങ്ങനെ വന്നാലും VS അച്യുതാനന്ദൻ പക്ഷം തൂത്തുവാരുമെന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്. അന്ന് തൂത്തുവാരുമെന്ന് വിചാരിച്ചിരുന്ന നേരെ ഇത് മറിഞ്ഞത് ചില മുതലാളിമാർ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് വോട്ടിനെ സ്വാധീനിച്ചു എന്നും നേതാക്കന്മാർക്കിടയിലും ജില്ലാ നേതാക്കന്മാർക്കിടയിലും വോട്ടിംഗ് ഉള്ള ആളുകൾക്കിടയിലും മുതലാളിമാരുടെ പണാധിപത്യം നടന്നു എന്നുള്ള ഒരു നിരീക്ഷണം ജോസഫ് സി മാത്യു നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായി 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചതാണ്. നമ്മളിന്ന് പേഴ്സണലായി സംസാരിച്ചതാണ്. അത് ചാനലിൽ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. അല്ലാതെ ഒരു പണാധിപത്യം വന്ന് കയറി ഈ രാഷ്ട്രീയ പാർട്ടിയെ വിഴുങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത്തര വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ആളുടെ അടുത്തും മണിക്കൂറുകൾ പോയി ഇവിടുത്തെ മുഖ്യമന്ത്രി പോയി ഇടപെടുന്നതും മുഖ്യമന്ത്രി പോയി ഇരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹജ്ജിന് പോകുന്ന സമയത്ത് അതിൻ്റെ തലേ ദിവസം വീട്ടിൽ പോവുകയും അതുപോലെ പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന എല്ലാ വിവാഹങ്ങൾക്കും തലേ ദിവസം ഹാജരാകുകയും ചെയ്ത ഈ ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന വിവാദ വ്യവസായിയെ അദ്ദേഹത്തിൻ്റെ സോഴ്സുകൾ അന്വേഷിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഈ ലൈഫ് മിഷനുമൊക്കെയുമായി മറ്റുള്ളവർക്കൊരു സംശയം തോന്നിയാൽ അതിൽ നമുക്ക് തെറ്റ് പറയാനില്ല. പക്ഷേ ഈ ഒരു അന്വേഷണം വരുന്നത് ഈ സാധാരണ NMPSനെ പോലുള്ളവർ പറയുന്നത് പോലെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നടത്തുന്ന അന്വേഷണമൊന്നുമല്ല.
അങ്ങനെ ഒരു അന്വേഷണവും ഈ സർക്കാരിന്റെ കീഴിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഇതുവരെ കണ്ടിട്ടുള്ള അന്വേഷണം എല്ലാം അങ്ങനെയാണ്. ഇതുവരെ നടന്ന അന്വേഷണം എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. ശ്രീ ജിജി ജോസഫ്, താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ തന്നെയാവുന്നേ? അതെങ്ങനെയാണ് അന്വേഷണം അങ്ങനെ തന്നെയാവുന്നേ? അല്ല, ആ രീതിയിലാണ് അന്വേഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ശേഷം 7 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. ഇപ്പോഴെന്താ പ്രശ്നം? ഇപ്പോഴത്തെ അന്വേഷണത്തെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഇപ്പോ നമ്മുടെ സന്തോഷ് ഈപ്പനെ അടക്കം അറസ്റ്റ് ചെയ്തില്ലേ? ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമല്ലേ? ശരി, ഞാൻ താങ്കൾ